നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ലോകത്ത് ഫുട്ബോളിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന മനുഷ്യർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഉണ്ടെങ്കിലും മലയാളികൾ അത് സമ്മതിച്ചു കൊടുക്കുകയുമില്ല. അത്രയ്ക്കുണ്ട് മലയാളികൾക്ക് ഫുട്ബോളിനോടുള്ള ഭ്രാന്ത്. ഇപ്പോഴിതാ ഫുട്ബോൾ പ്രേമികളായ ഓരോ മലയാളിയുടെയും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ലോകകപ്പ് ജേതാക്കളായ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് പന്ത് തട്ടാൻ വരുന്നു. കായിക മന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അറിയിച്ചിട്ടുള്ളത്. അർജന്റീനയുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ മെയിലും വന്നിട്ടുണ്ട്. അടുത്ത ജൂലൈയിൽ ഇന്ത്യയിലേക്ക് വരാനാണ് അർജന്റീന താല്പര്യപ്പെടുന്നത്. അർജന്റീനയിലെ ഫുട്ബോൾ അധികൃതരുമായി ഉടൻ തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തും. കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അർജന്റീനയെ കൂടാതെ മറ്റ് വിദേശ രാജ്യങ്ങളും കേരളത്തിൽ വന്ന് ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുമെന്നാണ് കായിക മന്ത്രി പറയുന്നത്. എന്തായാലും വളരെ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച താരവും ഒരു ജനതയുടെ സ്വപ്നം നിറവേറ്റിയ ഫുട്ബോൾ മിശയുമാണ് സാക്ഷാൽ ലയണൽ മെസ്സി. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഫുട്ബോൾ പ്രേമി പോലും ഉണ്ടാകില്ല. കേരളത്തിൽ അർജന്റീന ടീമിനും മെസ്സിക്കുമുള്ള ഫാൻസിന്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്കായിട്ടുള്ള ഒരു കട്ടൗട്ട് വയ്ക്കുന്ന മത്സരം വരെ നടന്നിരുന്നു. ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ കളിക്കളത്തിൽ 32 ടീമുകളും തയ്യാറായപ്പോൾ പിന്നീട് കേരളം കണ്ടത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും എല്ലാം കട്ടൗട്ട് നിരകളായിരുന്നു. മെസ്സിയുടെ വരവ് കേരളത്തിൽ വലിയ ഓളമുണ്ടാക്കുമെന്നത് ഉറപ്പാണ്. ലയണൽ മെസ്സിയൊക്കെ കളിക്കുന്ന അർജന്റീനയെ പോലെ ഒരു ടീം വരികയെന്നാൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതിനായി ധാരാളം കടമ്പകൾ ഇനി കടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അർജന്റീനയുടെ ഭാഗത്തു നിന്നും മെയിൽ വന്നിട്ടുണ്ടെന്നും അധികൃതരുമായി ഉടൻ ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അർജന്റീന കേരളത്തിലേക്ക് എത്തുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ തന്നെ വലിയ ഊർജം പകരുമെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ടീമുകൾക്ക് കേരളത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈയിൽ കളിക്കാൻ എത്തുമെന്നാണ് അർജന്റീന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കേരളത്തിൽ മഴ ഒരു പ്രശ്നമാണെന്നും ഈ കാരണങ്ങളെല്ലാം സംസാരിക്കാൻ ഒരു ഫേസ് ടു ഫേസ് ചർച്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാൻ സമ്മതമാണെന്ന് അർജന്റീന കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത മന്ത്രി അബ്ദുൾ റഹ്മാൻ കത്തയച്ചത്. 2022 ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ അടക്കം പരാമർശിച്ച് നന്ദി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ അർജന്റീന അംബാസിഡറെ സന്ദർശിക്കുകയും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിനായി അർജന്റീനക്കാരുമായി സഹകരിക്കുന്നതിനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കേരളത്തിൽ മെസ്സി വരുന്നു എന്ന വാർത്ത ആരാധകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.